പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുമെന്ന സൂചന പുറത്തുവന്നതോടെ സ്വർണ്ണവില വീണ്ടും ഇടിയുമെന്ന റിപ്പോർട്ടുകൾ. ഡോളർ സൂചിക ഉയരുന്നത് സ്വർണ്ണവില കുറയാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും രൂപയുടെ മൂല്യവുമാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ കരുത്തുറ്റ നിലയിൽ തുടരുന്നത് സ്വർണ്ണവില കുതിച്ചു കയറാതിരിക്കാൻ സഹായകരമാകുന്നുണ്ട്. അതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുമെന്ന സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ഹോർമുസ് പാതയിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ അമേരിക്ക തീരുമാനിച്ചതോടെ ഇതിനെതിരെ ഇറാൻ രംഗത്തെത്തുമെന്ന് ഉറപ്പാണ്. ഇത് ക്രൂഡ് ഓയിൽ കയറ്റുമതി വെല്ലുവിളി നിറഞ്ഞതാക്കുമെന്നാണ് നിഗമനം. ഇങ്ങനെ പോകുമ്പോൾ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങളിൽ പണപ്പെരുപ്പം വർദ്ധിക്കുകയും വ്യാപാര കമ്മി കൂടുകയും ചെയ്യും. ക്രൂഡ് വില കൂടുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഇറക്കുമതിക്ക് വേണ്ടി കൂടുതൽ ഡോളർ കണ്ടെത്തേണ്ടി വരും. ഇതിലൂടെ ഡോളർ സൂചിക ഉയരുന്നത് മറ്റു കറൻസികളുടെ മൂല്യം ഇടിയുന്നതിന് കാരണമാകും. ഈ സാഹചര്യത്തിൽ സ്വർണ്ണത്തിൽ നിന്ന് നിക്ഷേപകരുടെ ശ്രദ്ധ ക്രൂഡ് ഓയിലിലേക്ക് നീങ്ങും. അതോടെ എല്ലാ രാജ്യങ്ങളും നിക്ഷേപകരും ക്രൂഡ് ഓയിലിലേക്കും ഡോളറിലേക്കും ശ്രദ്ധ പതിപ്പിക്കും. കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ സ്വർണ്ണത്തിന് ആവശ്യക്കാർ കുറയുകയും സ്വർണ്ണവില കുറയുകയും ചെയ്യും. എന്നാൽ യുദ്ധം അവസാനിക്കുകയും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വരികയും ചെയ്താൽ സ്വർണ്ണവില വീണ്ടും തിരിച്ചു കയറും. അതേസമയം നിലവിൽ സ്വർണ്ണവില കുറയുമെന്ന് പറയുമ്പോഴും വലിയ തോതിലുള്ള ഇടിവ് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നേരിയ ഇടിവാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നുവെന്ന കെണി മറുഭാഗത്തുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.